നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ കൂടി ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ പിന്നെയും ഫംഗ്ഷൻ വരാം. അങ്ങനെ ഈ ഫങ്ഷൻസിൻ്റെ ഉള്ളിൽ ഫങ്ഷൻസ് വരുന്നതാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കിയേ, സൈൻ എക്സ് സ്ക്വയർ ഉണ്ടോ? ഇതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ഇതിനകത്ത് വീണ്ടും എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഓൾജിബ്രിക് ഫംഗ്ഷൻ വന്നിരിക്കുന്നു. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോഗ് സൈൻ ഇ റൈസ് ടു എക്സ്. ഇപ്പം നോക്കിയേ, ലോഗരിതമിക് ഫംഗ്ഷനാണ്, അതിൻ്റെ ഉള്ളിലൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിലൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വരുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. അതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോഗ്, ഗോഫ്, ഹോഗ് ഇങ്ങനെയുള്ള ലെറ്റേഴ്സൊക്കെ ഉപയോഗിക്കും. ഈ ഫോഗ് എന്ന് പറയുന്നത് അർത്ഥം ഇവിടെ നമ്മൾ സാധാരണ ഫംഗ്ഷനെ സൂചിപ്പിക്കാനായിട്ട് എഫ് ആണ് ഉപയോഗിക്കാറ്. അതൊരു ഫംഗ്ഷനാണ് നമ്മൾ ഇത്രയും നേരം ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് വരുമ്പോൾ എഫ്, ജി, എച്ച് ഈ മൂന്ന് ലെറ്റേഴ്സാണ് നമ്മൾ സാധാരണയായിട്ട് ഫംഗ്ഷനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. എഫ്, ജി, എച്ച്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഗോഫ് എന്ന് പറയുന്നത് എന്താ? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഹോഗ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഓഫ് ജി ഓഫ് എക്സ്. ഇതാണ്. അല്ലെങ്കിൽ ഫോഫ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ്. ഇതാണ്. അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറെ ഫംഗ്ഷൻ. അപ്പോൾ ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഗോഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ്, ഹോഗ് എച്ച് ഓഫ് ജി ഓഫ് എക്സ്, ഫോഫ്. ഇങ്ങനെ നമുക്ക് പല രീതിയിലും ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ കാണുമ്പോൾ പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് ഫംഗ്ഷനാണ്. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഫ്, എച്ചിൻ്റെ ഉള്ളിൽ ജി, ഇവിടെ എഫിൻ്റെ ഉള്ളിൽ വീണ്ടും എഫ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഫോഗ്, ഗോഫ് എന്നൊക്കെ പറയുന്ന ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആകും. എക്സാമ്പിൾ 15, പേജ് നമ്പർ 12 എടുക്കാം. പേജ് 12, എക്സാമ്പിൾ 15. ലെറ്റ് എഫ് 2, 3, 4, 5 2, 3, 4, 5, 9 3, 4, 5, 9. ജി തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 3, 4, 5, 9 2, 7, 11, 15 7, 11, 15. ഇതാണ് ഫംഗ്ഷൻ. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക്, ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക്. ചോദ്യം എന്താണ്? പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? ഗോഫ്. ആ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഗോഫ് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമില്ല. അപ്പം നമുക്കത് ഉപയോഗിക്കാം. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പം എന്താ വരിക ഇവിടെ? നമ്മൾ ഗോഫ് കണ്ടുപിടിക്കും. ഇവിടെ ഗോഫ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗോഫ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഉണ്ടോ? ഗോഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന് എന്ന് പറഞ്ഞാൽ എഫിന് ഏതൊക്കെ വാല്യൂ വരുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഗോഫ് നമ്മൾ കണ്ടുപിടിക്കണം. എഫിന് ഏതൊക്കെ വാല്യൂ വരുന്നുണ്ട്? 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, അല്ലേ? ഇതിൽ നിന്ന് ഇതിലേക്കാണ്. അപ്പോൾ എഫിൻ്റെ ഇവിടെ 2, 3, 4, 5 ആണെങ്കിൽ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഗോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫിനകത്തുള്ള എല്ലാ വാല്യൂവിൻ്റെയും ഗോഫ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഗോഫ് 2 കണ്ടുപിടിക്കണം. ഗോഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് 2. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് 2ൻ്റെ വാല്യൂ 3 എന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് 2ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. ഇനി വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ജി ഓഫ് 3യുടെ വാല്യൂ തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താ എഴുതാം? 7. ഇവിടെ ഓൾറെഡി വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് രണ്ടാമത് ഗോഫ് കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്യാം? 3യുടെ ആണ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 3.
അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 3 എന്താണ് തന്നിട്ടുണ്ട്? 4 ആണ്. അപ്പോൾ ജി ഓഫ് 4 വരും. വീണ്ടും ജി ഓഫ് 4 വാല്യൂ തന്നിട്ടുണ്ട് 7 ആണ്. കണ്ടു? അപ്പോൾ 2 ഗോഫ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താ? ഗോഫ് 4 കണ്ടുപിടിക്കണം. ജി ഓഫ് എഫ് ഓഫ് 4 ആണ്. എഫ് ഓഫ് 4ന്റെ വാല്യൂ നമുക്ക് ഇവിടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ ജി ഓഫ് 5 ആയിരുന്നു. എഫ് ഓഫ് 4ന് പകരം 5. വീണ്ടും ക്വസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ജി ഓഫ് 5 തന്നിട്ടുണ്ട്. ജി ഓഫ് 5ന്റെ വാല്യൂ 11 ആണ്. അപ്പോൾ 11. ഇനി ഗോഫ് ഒരെണ്ണം കൂടി കണ്ടുപിടിക്കണം. ഏതാ അവസാനത്തേത്? ഗോഫ് 5. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് 5. എഫ് ഓഫ് 5ന്റെ വാല്യൂ എന്തിനാണ്? എഫ് ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ വീണ്ടും അത് ജി ഓഫ് 5 ആയി മാറി. അതിൻ്റെ വാല്യൂ 11 ആണ്. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗോഫ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഫോഗ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ജിയുടെ വാല്യൂ എടുത്തിട്ടാവും നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഗോഫ് മാത്രം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോകുന്നു. എക്സാമ്പിൾ 16. എന്താണ് എക്സാമ്പിൾ 16? ഫൈൻഡ് ഗോഫ് ആൻഡ് ഫോഗ്. ഇവിടെ രണ്ടും കണ്ടുപിടിക്കണം. എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് R ആണ്. R to R. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ്. ജിയും അതുപോലെ തന്നെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ്. R to R. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. പിന്നെ ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് ഇരിക്കുന്നത്? 3x². രണ്ട് എഫ് ജി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഗോഫും ഫോഗും കണ്ടുപിടിക്കും. ഗോഫ് കണ്ടുപിടിക്കുക. ഗോഫ് എന്നർത്ഥം ജി ഓഫ് എഫ് ഓഫ് എക്സ്. വീണ്ടും നമ്മൾ പ്രോബ്ലത്തിലേക്ക് നോക്കുന്നു. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാ? കോസ് എക്സ്. ജി ഓഫ് കോസ് എക്സ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ വീണ്ടും നോക്കണം. അപ്പോൾ ജി ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് എന്നുള്ളതിന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ശരിയല്ലേ? പക്ഷെ ഇവിടെ എക്സിന് പകരം ഇവിടെ കിടക്കുന്ന സാധനം എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എക്സ് ആവുമ്പോൾ ഇവിടെ 3x² അല്ലേ? ഇവിടെ എക്സ് ആകുമ്പോൾ ഇവിടെ എക്സ്. അപ്പൊ ഇവിടെ കോസ് എക്സ് ആകുമ്പോഴും എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? കോസ് എക്സ്. 3 cos x whole square. അല്ലെങ്കിൽ ഇത് 3 cos square x നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഫോഗ് ചെയ്യും. ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അത് 3x² ആയിട്ട് മാറും. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എക്സ് വരുമ്പോ കോസ് എക്സ്, ഇവിടെ 3x² വരുമ്പോ കോസ് എക്സ് എന്നുള്ളത് നമ്മൾ ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കോസ് ഓഫ് 3x². പിന്നെ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഗോഫ് നോട്ട് ഈക്വൽ ടു ഫോഗ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഈക്വൽ ആണോ? ഇവിടെ ഒന്ന് 3 cos square x, മറ്റേത് cos 3x² ആണ്. അപ്പൊ അതുകൊണ്ട് ഗോഫ് നോട്ട് ഈക്വൽ ടു ഫോഗ്. കൺസെപ്റ്റ് ഈസ് ക്ലിയർ അല്ലേ? ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 17 ആണ്. എക്സാമ്പിൾ 17 അത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആണ്. ആ ലോജിക്ക് മനസ്സിലായാൽ മതി. ഇവിടെ എഫ് തന്നിട്ടുണ്ട്. സച്ച് ദാറ്റ് r - 7/5 to r - 3/5 is defined by f of x equal to 3x plus 4 by 5x minus 7. g of x equal to 7x plus 4 by 5x minus 3. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഇവിടെ ഡിനോമിനേറ്ററിൽ 0 വരാനായിട്ട് പാടില്ല. 0 വന്നു കഴിഞ്ഞാൽ എന്താവും? അത് നോൺ ഡിഫൈൻഡ് ആവും. അപ്പോൾ അത് ഫംഗ്ഷൻ ആവില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാനാണ് എക്സിന്റെ വാല്യൂ കണ്ടു. ഇവിടെ 5x minus 7 = 0 ആണെങ്കിൽ 5x = 7 ആണ്. x = 7/5 ആണ്. അതുപോലെ ഇവിടെ x = 3/5 ആണ്. അപ്പൊ അതുകൊണ്ട് ഈ എക്സിന്റെ ഈ രണ്ട് വാല്യൂസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മൈനസ് എന്ന് കാണിക്കാനാണ് അവിടെ അത് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്താണ് അവിടെ r - 7/5 r - 3/5 ഇതിന്റെ അർത്ഥം എന്താണെന്ന്? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം.
ഇതെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്കിവിടെ രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ഈസ് ഈക്വൽ ടു ഐ എ ആൻഡ് ഗോഫ് ഈസ് ഈക്വൽ ടു ഐ ബി. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ I4 എന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷനെയാണ് ഐ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ പ്രോബ്ലത്തിൽ ഓൾറെഡി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എ ഓഫ് എക്സ് എന്താണെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എക്സ് ആണ്. ഐ ബി ഓഫ് എക്സ് എന്ന് പറയുന്നതും എക്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഫോഗ് ഈസ് ഈക്വൽ ടു എക്സ്, ഗോഫ് ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗോഫ് എടുക്കുന്നു. ഗോഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സിന് പകരം അവർ തന്നിട്ടുള്ള വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ജി ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിൽ. പക്ഷെ ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് ഈ എൻ്റെ പോർഷനാണ്. ഈ മുഴുവൻ സാധനം എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ എക്സിന് പകരം നമ്മൾ ഇത് മുഴുവൻ കൊടുക്കണം, ഈ എക്സിന് പകരം നമ്മൾ ഇത് മുഴുവൻ കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ എന്തായിട്ട് മാറി? 7 3x plus 4 by 5x minus 7 plus 4 5 into 3x plus 4 by 5x minus 7 minus 7. അപ്പോൾ ഇതാണ് നമ്മൾ 5x minus 3. 5x minus 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് LCM, അതായത് ഡിനോമിനേറ്റർ കോമൺ ആക്കാണ്. ഇവിടെ 1 ആണ് നമുക്കറിയാം. അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ 7 into 3x plus 4 plus 4 into 5x minus 7 whole divided by 5x minus 7 whole divided by 5 into 3x plus 4 minus 3 into 5x minus 7 whole divided by 5x minus 7. ഇതും സെയിം ആണ്. അത് കട്ട് ചെയ്ത് പോയി. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 21x plus 28 plus 20x minus 28 whole divided by 15x plus 20 minus 15x plus 21. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട്. അപ്പോൾ ഇവിടെ 20x. അപ്പോൾ ഇവിടെ എന്തായാലും മാറും? 21x-ഉം 20x-ഉം കൂടുമ്പോൾ 41x ആയിരുന്നു. 28-ഉം 28-ഉം കട്ടായി. ഇവിടെ 15x-ഉം 15x-ഉം കട്ടായി. 20 plus 20 41. അപ്പോൾ 41x by 41 ഈസ് ഈക്വൽ ടു എക്സ്. എന്താ അവർ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ പറഞ്ഞിരിക്കുന്നത് ഗോഫ് എന്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ? ഗോഫ് ഈസ് ഈക്വൽ ടു ഐ ബി, ഈക്വൽ ടു ഐ ബി. അപ്പോൾ ഒന്നാമത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും അടുത്ത പോർഷനിലേക്ക് പോകുന്നു. അടുത്ത പോർഷനിൽ എന്താ ചെയ്യേണ്ടത്? ഗോഫിന് പകരം ഫോഗ് എടുത്തിട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ഇതേ പ്രൊസീജിയർ തന്നെ. അതിൻ്റെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. അപ്പോൾ നമ്മളിവിടെ ഫോഗ് എടുത്തു. ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. 7x plus 4 by 5x minus 3. ജി ഓഫ് എക്സിനെ ആ വാല്യൂ നമ്മൾ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് എക്സ് വരുമ്പോൾ ഇവിടെ എക്സ് വരും, അല്ലേ? അപ്പോൾ ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് ഈ മുഴുവൻ കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ എക്സ് എന്നുള്ളടത്ത് ഇത് മുഴുവൻ എഴുതുന്നു. അപ്പോൾ 3 into 7x plus 4 by 5x minus 3 plus 4 by 5. പിന്നെ എന്താ? 5 into 7x plus 4 by 5x minus 3 minus 7. ഇനി നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതായത് ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് നമ്മളിവിടെ ഇവിടെ 1 ആണ്. ക്ലോസ് ചെയ്ത് പോകുന്നു. 3 into 7x plus 4 plus 4 into 5x minus 3 whole divided by 5x minus 3 divided by 35x plus 20 minus 7 into 5x minus 3 whole divided by 5x minus 3. ഈ 5x minus 3യും ഈ 5x minus 3യും കട്ടായി. ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എന്ത് കിട്ടും? 21x plus 12 plus 20x minus 12
all divided by 35x plus 20 minus 35x plus 20. ഇവിടെ 12 will get cancelled. 35x cancel. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി 21 plus 20 41x. 20 plus 21 41. രണ്ടും ക്യാൻസൽ ആയി എക്സ് കിട്ടി ഈക്വൽ ടു ഐ. അപ്പോൾ നമ്മൾക്കിവിടെ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. എന്ത് പ്രൂവ് ചെയ്തു? ഗോഫ് ഈസ് ഈക്വൽ ടു ഐ ബി എന്നും ഫോഗ് ഈസ് ഈക്വൽ ടു ഐ. ഇത്രയാണ് ഇവിടെ ചെയ്യാനുള്ളത്. കാണുമ്പോൾ ഭയങ്കര വലിയൊരു പ്രോബ്ലമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് ചെയ്തു വരും വളരെ ഇവിടെ തെറ്റാതെ കറക്റ്റ് സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ വളരെ എളുപ്പമാണ്. വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലതിൽ. നമ്മളങ്ങനെ ചിന്തിക്കാതില്ല. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ കൂടി ചെയ്യാം. എക്സാമ്പിൾ 18. F A to B G B to C R11. അപ്പോൾ ഇവിടെ എഫും ജിയും എന്താണ്? 1 1 എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. show that എന്താണ്? ഗോഫ് ഈസ് ഓൾസോ ഗോഫ് A to C ആണ്. അത് ഇത് 1 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഗോഫ് എന്ന് പറയുന്നത് A to C is 1 1. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എഫും ജിയും 1 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗോഫും 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പം നമുക്കറിയാം 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ സാധാരണ എങ്ങനെ എഴുതിയാൽ f(x1) = f(x2) എന്ന് എഴുതിയിട്ട് ചെയ്ത് x1 = x2 ആക്കുമ്പോഴാണ് അത് 1 1 ആവും ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എഫിന് പകരം എടുക്കുന്നത് ഗോഫാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? ലെറ്റ് ഗോഫ് x1 = ഗോഫ് x2. ഗോഫ് എന്ന് പറഞ്ഞാൽ g of f(x1) = g of f(x2). ഇതിന് നിങ്ങൾ x1 x2 ആണെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കും. അല്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. അപ്പോൾ g of x1 = g of x2 ആണ്. അപ്പോൾ ഇത് എന്താണെന്ന് അവർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് 1 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിയില് f(x) എന്താ പറയുക, g of x1 = g of x2 ആണെങ്കിൽ x1 = x2 ആവില്ലേ? അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് x1 x2 പോലെ നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇത് എന്തായിട്ട് മാറി? f(x1) = f(x2). എന്താ കാരണം? ബിക്കോസ് g is 1 1. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ f(x1) = f(x2) എന്ന് എഴുതി, x1 = x2 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ ഇതൊരു 1 1 ഫംഗ്ഷൻ ആണെങ്കിൽ f(x1) = f(x2) എന്തായിട്ട് മാറും? x1 = x2. അപ്പോൾ ഇവിടെ ഒരു g എന്ന് പറയുന്നത് ഓൾറെഡി 1 1 ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എടുക്കുന്നത് x1 = x2. x1 = x2. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇതാണ് കാരണം. എന്താ? g 1 1 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും f(x1) = f(x2) നമുക്ക് എന്ത് എഴുതാം? x1 = x2 ബിക്കോസ് f is 1 1. ജസ്റ്റ് ഡയറക്റ്റ് ഫോർമാറ്റാണ്. അപ്പോൾ x1 = f is 1 1. അപ്പോൾ ഗോഫ് ഓഫ് x1 = ഗോഫ് ഓഫ് x2 എടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? x1 = x2. Therefore, ഗോഫ് is 1 1 ഫംഗ്ഷൻ. മനസ്സിലായത് നിങ്ങൾക്ക്? വളരെ സിമ്പിളായിട്ട്. അതായത് നമ്മുടെ f(x1 = f(x2) തന്നിട്ട് എടുത്തിട്ട് x1 = x2 എന്ന് പ്രൂവ് ചെയ്യുന്ന ആ 1 1ന്റെ മെത്തേഡിൽ നമ്മൾ ഇവിടെ ഗോഫ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇവിടെ 2 1 1 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 1 1 ഫംഗ്ഷൻ എടുക്കുമ്പോൾ മൊത്തം ഒരു x1 x2 പോലെ വിചാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല പ്രോബ്ലം? അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾസ് കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് അടുത്തത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.